എന്താ പ്രിഫേർഡ് ലാംഗ്വേജ്? ഇംഗ്ലീഷ് ആണോ മലയാളമാണോ? ഞാനൊരു വലിയ പ്രസംഗം തരാനല്ല വന്നിരിക്കുന്നത്. ഒരു സന്തോഷമുള്ള ഒക്കേഷനാണ്. വുമൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. വിവരം പ്ലസ് കഴിവ്. ഇന്നത്തെ ലോകത്തിലെ ഇന്നത്തെ വർക്ക് ഫോഴ്സ്, ഇന്നത്തെ ഓപ്പർച്യൂണിറ്റി സ്പേസിൽ രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ്. വിവരം എന്ന് പറഞ്ഞാൽ ഡിഗ്രി നോളജ്, കഴിവ് എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് സ്കിൽ. എംപ്ലോയബിലിറ്റി ടു സ്റ്റാർട്ട് എ ബിസിനസ്, ടു സ്റ്റാർട്ട് എ കമ്പനി. നമസ്കാരം. തിരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ ഭാഗമായി പൂജപ്പുര LBS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ വുമൺ ക്യാമ്പസ് സന്ദർശിച്ച് കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ. ക്യാമ്പസിലെത്തിയ അദ്ദേഹത്തെ വിദ്യാർത്ഥിനികൾ നൂറുകൂട്ടം ചോദ്യങ്ങളുമായി പൊതിഞ്ഞു. സ്ഥാനാർത്ഥി ഒരു ടെക്കി കൂടിയാണെന്ന് അറിഞ്ഞതോടെ വിദ്യാർത്ഥികൾക്ക് ആവേശമായി. നിർമ്മിത ബുദ്ധി, സാങ്കേതികവിദ്യ, ഡിജിറ്റൽ പ്രൈവസി തുടങ്ങി വിവിധ നൂതന വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾ സംശയ നിവാരണം നടത്തി. തന്റെ ഇഷ്ടവിഷയങ്ങളിൽ പുതുതലമുറ വിദ്യാർത്ഥികളുമായി സംവദിക്കാനുള്ള അവസരം ലഭിച്ച സ്ഥാനാർത്ഥിക്കും ഇത് ആവേശകരമായ അനുഭവമായി. AI-യുടെ ഭാവി, സ്വകാര്യത ദുരുപയോഗം, അടിക്കടി മാറിക്കൊണ്ടിരിക്കുന്ന സാങ്കേതികവിദ്യ തുടങ്ങി ഒട്ടേറെ വിഷയങ്ങളിൽ വിദ്യാർത്ഥിനികളുടെ ചോദ്യങ്ങൾക്ക് മന്ത്രി മറുപടി നൽകി. ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദ്യാർത്ഥികൾ കേരളം വിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നതിലെ ആശങ്കയും വിദ്യാർത്ഥികൾ മന്ത്രിയുമായി പങ്കുവച്ചു. വിദ്യാഭ്യാസത്തിനൊപ്പം നൈപുണ്യ വികസനവും ഉറപ്പാക്കിയാണ് മോദി സർക്കാർ ചെയ്യുന്നതെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. തിരുവനന്തപുരത്ത് 10 അടങ്കൽ ടിങ്കറിംഗ് ലാബുകൾ അനുവദിച്ചത് ഇതിന്റെ ഭാഗമാണ്. താൻ ജയിച്ചാൽ തിരുവനന്തപുരത്തെ ഒരു ശാസ്ത്ര സാങ്കേതികവിദ്യാ കേന്ദ്രമാക്കി മാറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്ത 5 വർഷത്തിനകം എല്ലാ സ്കൂളുകളിലും നൈപുണ്യ വികസന കേന്ദ്രം തുറക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. LBS കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജയമോഹൻ, ഇലക്ട്രോണിക്സ് വിഭാഗം മേധാവി ഡോക്ടർ സുമാ ശേഖർ എന്നിവർ ചേർന്ന് മന്ത്രിയെ സ്വീകരിച്ചു. അതേസമയം അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിനെതിരെ ഇടതുപക്ഷവും കോൺഗ്രസും ഒന്നിച്ചതിൽ അതിശയിക്കാനില്ലെന്നും ഇതൊക്കെ വെറും നാടകമാണെന്നും അദ്ദേഹം പറഞ്ഞു. CPM-നും കോൺഗ്രസിനും ഉണ്ടായിരുന്ന അടിത്തറയും ജനപിന്തുണയും നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അതിനിടെ LDF കൺവീനർ EP ജയരാജനുമായി തനിക്ക് ബിസിനസ് ഡീലുണ്ടെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശിന്റെ ആരോപണത്തിനും അദ്ദേഹം നേരത്തെ മറുപടി നൽകിയിരുന്നു. 18 കൊല്ലമായി രാഷ്ട്രീയത്തിലുള്ളയാളാണ് താൻ. ഇത്തരം മടിയന്മാരായ രാഷ്ട്രീയ നേതാക്കളെ കുറെ കണ്ടിട്ടുണ്ട്. ആരോപണങ്ങൾക്ക് പിന്നാലെ പോകാനില്ലെന്നും തനിക്ക് വേറെ പണിയുണ്ടെന്നും നുണയ്ക്കും അർദ്ധസത്യങ്ങൾക്കും പിന്നാലെ പോകാൻ താനില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. EP ജയരാജന്റെ ഭാര്യയും തന്റെ ഭാര്യയും തമ്മിൽ ബിസിനസ് ഡീൽ ഉണ്ടെങ്കിൽ അത് BJP CPM രഹസ്യധാരണയാണോ എന്ന് രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു. ബിസിനസ് ബന്ധം എന്ന ആരോപണത്തിൽ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞതാണെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. ജയരാജനും ഞാനും തമ്മിൽ ഡീലുണ്ടെന്ന് പറയുന്നത് ശരിയല്ല. വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള നുണക്കഥകൾ എല്ലാവർക്കും അറിയാം. കോൺഗ്രസും ഇടതുപക്ഷവും ന്യൂനപക്ഷ വോട്ടിനു വേണ്ടി കേരളത്തിൽ തമ്മിലടിക്കുകയാണ്. ന്യൂനപക്ഷ വോട്ട് ബാങ്കിന്റെ വിലയിരുത്തലല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പ്. 5 വർഷം നാടിനു വേണ്ടി എന്തു ചെയ്തു എന്നതിൻ്റെ വിലയിരുത്തലാണ്. വികസനം പറയാതെ CAയും BJP വിരോധവും പറഞ്ഞ് വോട്ട് തേടുന്നത് ശരിയല്ല. ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാകണം. അല്ലാതെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തിയല്ല വോട്ട് തേടേണ്ടത്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായി ആ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടവരെ ഞാൻ കാണാറുണ്ട്. ഭിന്നത പടർത്താനുള്ള ഈ ആശയം അവർക്കിടയിൽ പ്രചരിപ്പിക്കാൻ അനുവദിക്കില്ല. 15 വർഷം ഇവിടുത്തെ MP എന്ത് ചെയ്തെന്ന് എല്ലാവർക്കും അറിയാം. അതാരും മറക്കാൻ പോകുന്നില്ല. എയിംസിനെ കുറിച്ച് 15 വർഷം MP ആയിരുന്ന വ്യക്തിയോടാണ് ചോദിക്കേണ്ടത്. എയിംസ് കേരളത്തിന് ആവശ്യമുണ്ട്. ഞാൻ MP ആയി മന്ത്രിയായി കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് എയിംസ് കൊണ്ടുവരാൻ ശ്രമിക്കും. തലസ്ഥാനത്തെ പ്രശ്നങ്ങളെപ്പറ്റി മനസ്സിലാക്കിയിട്ടുണ്ട്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിൽ ഇവയൊക്കെ പരിഹാരം കാണാൻ സാധിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ നേരത്തെ കൂട്ടിച്ചേർത്തു. പരാതിയുണ്ടെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ കോടതിയിൽ പോകട്ടെ. എന്നാൽ അത് ചെയ്യാതെ ഇങ്ങനെ പുകമറ ഉണ്ടാക്കാൻ മാത്രമാണ് അവർക്ക് അറിയുക. അതുകൊണ്ടാണല്ലോ നല്ല ആളുകൾ മുഴുവൻ കോൺഗ്രസിൽ നിന്ന് പോകുന്നതെന്നും ആരോപണങ്ങളിൽ VD സതീശിനെതിരെ നിയമ നടപടിക്കില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ നേരത്തെ പറഞ്ഞിരുന്നു. തിരുവനന്തപുരം നഗരത്തിന്റെ വികസനത്തിനായി മാർഗരേഖ ഉടനിറക്കും. UDF-നും LDF-നുമെതിരെയും രാജീവ് ചന്ദ്രശേഖർ വിമർശനം ഉന്നയിച്ചു. ഒരു മതസമൂഹത്തെ പേടിപ്പെടുത്താൻ 2 മുന്നണികളും ശ്രമിക്കുകയാണെന്നും ഒരു മതസമൂഹത്തിന്റെ വോട്ട് നേടാനുള്ള തെരഞ്ഞെടുപ്പല്ല ഇതെന്നും രാജീവ് ചന്ദ്രശേഖർ നേരത്തെ പറഞ്ഞിരുന്നു.